അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പറഞ്ഞതിൽ ചെറിയൊരു പിശക് പറ്റിയിട്ടുണ്ട്. അമൂരിയ ഫലസ്തീനിലാണ് എന്നാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതും ആ മാപ്പിൽ കൊടുത്തതും. മാപ്പിൽ അടയാളപ്പെടുത്തിയതൊക്കെ കറക്റ്റ് സ്ഥലത്തു തന്നെ, പക്ഷേ ഫലസ്തീൻ എന്നെഴുതിയ സ്ഥാനത്ത് തുർക്കി എന്നാണ് എഴുതേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, അമൂരിയ ഫലസ്തീനിലല്ല, തുർക്കിയിലാണ്. എന്നാൽ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ സൽമാന് അമൂരിയയിലെ ഗുരു തൻ്റെ മരണാസന്ന സമയത്ത് പുതിയൊരു ദൈവദൂതരുടെ വരവിനെക്കുറിച്ച് സൂചന നൽകുന്നിടത്താണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ശേഷം ആ ഗുരുവും മരണപ്പെട്ട് മൺമറഞ്ഞുപോയി. അങ്ങനെ സൽമാൻ എന്നവർ അമൂരിയയിൽ കഴിഞ്ഞുകൂടവേ ഒരിക്കൽ അറബികളിലെ കൽബ് ഗോത്രത്തിൽപ്പെട്ട ഒരു സംഘം കച്ചവടക്കാർ അവിടെ വരികയുണ്ടായി. സൽമാൻ എന്നവർ അവരോട് ചെന്ന് ചോദിച്ചു, അറബ് നാട്ടിലേക്ക് നിങ്ങൾ എന്നെ കൂടെ കൂട്ടുമോ? അറബ് നാട്ടിൽ നിന്നാണ് പുതിയ പ്രവാചകർ പുറപ്പെടുക എന്ന് തൻ്റെ ഗുരു മരണാസന്ന വേളയിൽ വിവരം നൽകിയതാണല്ലോ. അതടിസ്ഥാനമാക്കിയാണ് സൽമാൻ എന്നവർ അവരോട് ചോദിക്കുന്നത്, അറബ് നാട്ടിലേക്ക് നിങ്ങൾ എന്നെയും കൂട്ടുമോ? പകരം എൻ്റെ ആടുകളെയും മാടുകളെയും നിങ്ങൾക്കു തരാം. അങ്ങനെ അവരതിന് സമ്മതിച്ചു. തുടർന്ന് തൻ്റെ ആടുകളെയും മാടുകളെയും ആ സാർത്ഥവാഹക സംഘത്തിന് കൈമാറി സൽമാൻ അവരോടൊപ്പം യാത്രയിൽ പങ്കുചേർന്നു. വാദി ഖുറ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അവരുടെ വിധം മാറുകയുണ്ടായി. അവർ അദ്ദേഹത്തെ പിടിച്ച് ഒരു ജൂതനെ അടിമയായി വിറ്റു. അങ്ങനെ പിന്നെ അദ്ദേഹം ആ ജൂതൻ്റെ അടിമയായി ജീവിതം തുടർന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിനവിടെ ഈത്തപ്പനകൾ കാണാൻ കഴിഞ്ഞു. മുമ്പ് തൻ്റെ അമൂരിയയിലെ ഗുരു പറഞ്ഞു തന്ന പുതിയ പ്രവാചകരുടെ സ്ഥലത്തിൻ്റെ സൂചനയാണല്ലോ അത്. പക്ഷേ അവിടെ വെച്ച് അദ്ദേഹത്തിന് പ്രവാചകരുടെ ലക്ഷണമൊത്ത ഒരാളെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെയും അദ്ദേഹത്തിൻ്റെ അടിമ ജീവിതം തുടർന്നു. അങ്ങനെയിരിക്കെ ഒരിക്കൽ മദീനയിലെ ജൂതഗോത്രമായ ബനു ഖുറൈളയിൽപ്പെട്ട തൻ്റെ യജമാനൻ്റെ പിതൃവ്യപുത്രൻ അവിടെ വരികയുണ്ടായി. അദ്ദേഹം സൽമാൻ എന്നവരെ വിലയ്ക്ക് വാങ്ങി മദീനയിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തിയ ഉടനെ ആ നാട് കണ്ട മാത്രയിൽ സമാഗതമാകാനിരിക്കുന്ന പ്രവാചകർ പലായനം ചെയ്തെത്തുമെന്ന് അമൂരിയയിലെ ഗുരു പറഞ്ഞ പ്രദേശം ഇതുതന്നെയാണെന്ന് സൽമാൻ എന്നവർക്ക് മനസ്സിലായി. അങ്ങനെ അദ്ദേഹം അവിടെ താമസമായി. പക്ഷേ അടിമവേലയുടെ തിരക്കിൽ അദ്ദേഹത്തിനു പ്രവാചകരെക്കുറിച്ച് ഒരു വിവരവും അറിയാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഈത്തപ്പന തലപ്പിലിരുന്ന് ജോലികൾ ചെയ്യുകയായിരുന്നു. യജമാനൻ താഴെ ഇരിപ്പുണ്ട്. ആ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിതൃവ്യപുത്രൻ വന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, മദീനക്കാരുടെ കാര്യം പോക്കാണ്. എന്താണെന്ന് വെച്ചാൽ മക്കയിൽ നിന്നും വന്നെത്തിയ ഒരു വ്യക്തിയുടെ ചുറ്റും അവർ കൂടിയിരിക്കുകയാണ്. ആഗതൻ പ്രവാചകനാണെന്ന് അവർ വാദിക്കുകയും ചെയ്യുന്നു. ഇതു കേട്ടയുടനെ സൽമാൻ എന്നവർ ഒന്ന് കിടുങ്ങിപ്പോയി. എന്താണു താൻ ഈ കേൾക്കുന്നത്? തൻ്റെ ജീവിത ലക്ഷ്യം തന്നെ അതായിരുന്നല്ലോ, ദൈവത്തിൽ നിന്നുള്ള പ്രവാചകനെ കണ്ടെത്തൽ. അതിനുവേണ്ടിയാണല്ലോ വീടിന് പുറത്തു വിടുക പോലും ചെയ്യാതെ പുറം ലോകം പരിചയമില്ലാത്ത നിലയിൽ ജീവിച്ചിരുന്ന താൻ തൻ്റെ കുടുംബത്തെയും തൻ്റെ വീടിനെയും തൻ്റെ നാടിനെയും ഉപേക്ഷിച്ച് ഇറങ്ങി പുറപ്പെട്ടത്. അതുവരെ പിതാവിൻ്റെ ഇള്ളക്കുട്ടിയായിരുന്ന താൻ അതിനുവേണ്ടിയാണല്ലോ ഈ കാണുന്ന രാജ്യങ്ങളൊക്കെയും താണ്ടിയത്. പല വേദപണ്ഡിതരുടെയും സേവകനായി ഭൗതിക സുഖങ്ങൾ ത്യജിച്ച് ആത്മീയ ജീവിതം തെരഞ്ഞെടുത്തത്. ആ ഒരു ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിലാണല്ലോ തനിക്ക് അടിമ ജീവിതം പോലും നയിക്കേണ്ടി വന്നത്. എന്താണ് താൻ ഈ കേൾക്കുന്നത്? കാലങ്ങളായി താൻ തേടുകയായിരുന്ന പ്രവാചകർ തൻ്റെ തൊട്ടടുക്കലെത്തിയെന്നോ? ജീവിത സാഫല്യമേ, പ്രവാചകർ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന ആ വാർത്തയുണ്ടാക്കിയ അന്താളിപ്പിൻ്റെ വിറയലിൽ താൻ തൻ്റെ താഴെയിരിക്കുന്ന യജമാനൻ്റെ തലമുകളിലേക്ക് വീണു പോകുമോ എന്ന് പോലും അദ്ദേഹം ഭയപ്പെട്ടുപോയി. പ്രവാചകരുടെ ആഗമനത്തിൽ സന്തോഷം കൊണ്ട് പരിസരം മറന്ന അദ്ദേഹം താഴെ ഇറങ്ങി ആ വാർത്തയുമായി വന്ന യജമാനൻ്റെ ബന്ധുവിനോട് ചോദിച്ചു, നിങ്ങളെന്താണ് പറഞ്ഞത്? ഇത് കണ്ട് അരിശം മൂത്ത യജമാനൻ സൽമാൻ എന്നവർക്ക് ശക്തമായ ഒരു അടി കൊടുത്തു. നിനക്കെന്താടോ ഇതിൽ കാര്യം? പോയി നിന്റെ പണിയെടുക്കടോ. താൻ ശേഖരിച്ച കുറച്ചു ഭക്ഷണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ
അതുമായി അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. മദീനക്കടുത്തുള്ള ഖുബ എന്ന സ്ഥലത്താണ് ദൈവദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ളത്. അവിടുന്ന് അടുക്കൽ ചെന്ന് സൽമാൻ എന്നവർ പറഞ്ഞു, താങ്കൾ ഒരു നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. താങ്കൾക്കൊപ്പം അപരിചിതരും അത്യാവശ്യക്കാരുമായ അനുചരന്മാരുമുണ്ട്. എൻ്റെ കയ്യിൽ കുറച്ച് ഭക്ഷണമുണ്ട്. അത് ദാനം ചെയ്യാനുള്ളതാണ്. ഇതിനിപ്പോൾ ഏറ്റവും അർഹർ നിങ്ങളാണ്. അതിനാൽ ഇത് ഞാൻ അങ്ങേക്ക് നൽകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വാങ്ങി നിങ്ങൾ കഴിച്ചോളൂ എന്ന് പറഞ്ഞ് സ്വഹാബികൾക്ക് നൽകി. അവിടുന്ന് അത് കഴിക്കുകയുണ്ടായില്ല. തൻ്റെ ആത്മീയ ഗുരു പറഞ്ഞ ആ അടയാളം ശരിയായിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വതക്കയായി നൽകിയ ആ ഭക്ഷണം കഴിച്ചില്ല. ഇനി 2 അടയാളങ്ങൾ കൂടി ബാക്കിയുണ്ട്. പറഞ്ഞല്ലോ, ദാനം കൊടുത്താൽ അവിടുന്ന് കഴിക്കില്ല, എന്നാൽ സമ്മാനം കൊടുത്താൽ സ്വീകരിക്കും. അതാണ് ഇനി അടുത്തതായി അറിയേണ്ട ഒരു അടയാളം. ഇവിടെ നമുക്കൊരു മസ്അല കൂടി സാന്ദർഭികമായി മനസ്സിലാക്കാം. കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും സ്വതക്കയേക്കാൾ ശ്രേഷ്ഠമാണ് ഹദിയ. കൊടുക്കുന്നവന് അതിൽ കൂടുതൽ പ്രതിഫലം ലഭിക്കും, വാങ്ങുന്നവന് അതിൽ കൂടുതൽ ബർക്കത്ത് ലഭിക്കും, അഥവാ കൂടുതൽ ഉപകാരപ്പെടും. ഇത് രണ്ടും നൽകുന്നതിൽ വ്യത്യാസമൊന്നുമില്ല. ഇനി മുതൽ നൽകുമ്പോൾ ധർമ്മമല്ല, ഉപഹാരമാണെന്ന് മനസ്സിൽ കരുതിയാൽ മതി. പിന്നെ നമുക്കറിയേണ്ട ഒരു അടയാളം അവിടുന്നിൻ്റെ ചുമലുകൾക്കിടയിലുള്ള പ്രവാചക മുദ്രയാണ്. അപ്പോൾ അതിനുള്ള അവസരങ്ങളും വന്നു ചേരുമെന്ന പ്രതീക്ഷയോടെ സൽമാൻ എന്നവർ തൻ്റെ യജമാനൻ്റെ പക്കലേക്കു തന്നെ മടങ്ങി. അപ്പോൾ നിങ്ങളുടെ ദുആയിൽ ഓർമ്മിക്കണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.